ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കുബേരലക്ഷ്മി കടാക്ഷം വന്നു ചേരുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ ജന്മനക്ഷത്രം അനുസരിച്ച് 27 നക്ഷത്ര ജാതകർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇതിൽ ചില നക്ഷത്രക്കാർ അഗ്നി നക്ഷത്രം എന്ന ഗണത്തിൽപ്പെടുന്നു. അതുപോലെ ഈ നക്ഷത്ര ഗണത്തിൻ്റെ മധ്യഭാഗത്തു വരുന്ന ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ 6 നക്ഷത്രങ്ങളാണിവ. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഗുണഫലങ്ങളും കുബേരലക്ഷ്മി സമ്മാനിക്കും. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് കുബേരലക്ഷ്മി യോഗം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നിങ്ങൾ വളരെ വലിയ ഭാഗ്യശാലികളായിരിക്കും. അതുപോലെ ബുദ്ധി കൂർമ്മതയിൽ മുൻപന്തിയിലുള്ള ഇവർ എല്ലാം സ്വന്തമായി ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന നക്ഷത്ര ജാതകരാണ്. അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമയായ ആളുകൾ കൂടിയാകും. സമ്പത്തും കഴിവും ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സുള്ള ആളുകളാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗാദി ദുരിതങ്ങളുമെല്ലാം മാറി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും. അതുപോലെ സുഹൃത്തുക്കൾ വഴി വളരെയധികം ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുക, കീർത്തി, ഉന്നത പദവി, ശത്രുക്കളുടെ മേൽ വിജയം എന്നിവ ജീവിതത്തിലുണ്ടാകും. എന്നാൽ നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് കാലം മോശമാക്കുവാനും ഇടയുണ്ട്. സർക്കാർ ജോലിയിലിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ വ്യവഹാര വിജയം, ധനലാഭം, സൽപുത്രയോഗം, അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. കുടുംബ ബന്ധുജനങ്ങളുമായും ജീവിത പങ്കാളിയുമായും സൗഖ്യത്തിൽ കഴിയുക, പരോപകാര തൽപരത വർദ്ധിക്കുക എന്നിവയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ഭൂമി ലാഭം, സർവകാര്യ വിജയം എന്നിവയുണ്ടാകും. ഉത്രം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതി ഭജനം നടത്തുക. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കതിൽപ്പഴ നിവേദ്യം നടത്തിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. വളരെയധികം സൗന്ദര്യമുള്ള ആളുകളായിരിക്കും അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾ. സമാധാനം വളരെയധികം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരുവിധപ്പെട്ട കലഹങ്ങളിലെല്ലാം തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. സാമ്പത്തികമായി പണം കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധരായ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന കാലമില്ല. പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കുന്നതിലും വളരെയധികം സമർത്ഥരാണ്. ഈ കാലം നിങ്ങളുടെ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ ശത്രുക്കൾ മേൽ വിജയം, വിദേശ യാത്രയ്ക്കുള്ള അനുമതി എന്നിവ ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുരോഗതി, ധനവർദ്ധനവോ ഭാഗ്യയോഗങ്ങളോ വന്നു ചേരും. എന്ത് പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇറങ്ങിയാലും അതിലെല്ലാം തന്നെ വളരെ വലിയ വിജയം ലഭിക്കുന്നതാണ്. ബന്ധുജന സമാഗമം, സൽപുത്ര ലാഭം, തൊഴിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. അതുപോലെ വളരെ നാളുകളായി ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും രമ്യതയിലെത്തിക്കുവാനും പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. തൊഴിൽ രഹിതരായ ആളുകൾക്ക് ഉന്നത സ്ഥാനത്ത് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായ ധനലാഭം, സത്ചിന്താഗതി, ഐശ്വര്യം, നല്ല ആരോഗ്യം എന്നിവ ലഭിക്കുന്നതാണ്. അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽപ്പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അച്ചടക്കവും അടുക്കും ചിട്ടയുമെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എല്ലാ പ്രശ്നങ്ങളെയും വിവേകത്തോടെ നേരിടുവാനും കഴിയുന്ന ആളുകളാണ്.
നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഏത് വിധേനയും ഉയർത്തെഴുന്നേൽക്കുവാൻ അപാരമായ കഴിവുള്ള ആളുകളാണ്. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി വളരെയധികം പ്രയത്നിക്കുകയും രക്ഷിതാക്കളോടും സഹോദരങ്ങളോടും പ്രത്യേകം സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന സ്വഭാവമുള്ള നക്ഷത്ര ജാതകരാണ് ചിത്തിര നക്ഷത്ര ജാതകർ. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വിഷ്ണു ഭജനം നടത്തുക, അതുപോലെ അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകരായ നിങ്ങൾ ലക്ഷ്യം നേടുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുകളാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ എപ്പോഴും വളരെയധികം താല്പര്യമുള്ള ആളുകൾ കൂടിയാണ്. കഠിനമായ അധ്വാനത്തിലൂടെ വിജയം കൈവരിക്കും. അതുപോലെ നിങ്ങൾക്ക് സമൂഹത്തിൽ വളരെയധികം ബഹുമാനവും അറിയപ്പെടുന്ന വ്യക്തികളുമായി മാറുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ എല്ലാം ദൈവാധീനത്താൽ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ശത്രുക്കളായ ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന സമയമാണ്. സ്വന്തമായി കൃഷി, പക്ഷി, മൃഗാദികളുടെ ബിസിനസ് എന്നിവ നടത്തുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ധനനേട്ടമുണ്ടാകും. തൊഴിൽപരമായും നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. വിവാഹ ലാഭം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവയുണ്ടാകും. ചിലർക്ക് തൊഴിലിടങ്ങളിൽ മനസ്സിന് തൃപ്തി തരുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുവാനും യോഗമുണ്ട്. ചോതി നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവി ഭജനം നടത്തുക. നിത്യേന ലളിതാ സഹസ്രനാമം ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ദൃഢനിശ്ചയമാണ് നിങ്ങളുടെ മുഖമുദ്ര. സൗഹൃദ സ്വഭാവത്തിനുടമയായതിനാൽ എല്ലാവിധ ആളുകളോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങൾക്ക് പെരുമാറുവാൻ കഴിയുന്നതാണ്. അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമായിരിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന കാലമാണ്. കുടുംബപരമായും വളരെയധികം അടുപ്പമുള്ളവരും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ ജോലികളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ രോഗങ്ങൾ മാറി ശരീരശോഭയും ചൈതന്യവും വർദ്ധിക്കും. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈശ്വരാധീനം അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ശത്രുക്കളുമേൽ അപ്രതീക്ഷിതമായ വിജയമുണ്ടാകും. സൽഭാര്യ, ഭർതൃലബ്ധി, സന്താന സൗഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കോടതിയിൽ ഇരിക്കുന്ന വ്യവഹാരത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ആഭരണ ലബ്ധി, ജീവിത സുഖ സൗകര്യ വർധനവ്, നവീന ഗൃഹ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുവാൻ ഭാഗ്യമുണ്ട്. പരോപകാര താൽപ്പര്യം വർദ്ധിക്കും. വിദേശ ജോലി ലഭിക്കുകയും അതുവഴി വലിയ സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിശാഖം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിങ്കിൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദിക്കുവാൻ തുടങ്ങുന്ന ആളുകളാണ്. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിവായി നിൽക്കുവാൻ താല്പര്യമുള്ള ആളുകളായതിനാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. അതുപോലെ സമ്പത്ത് ധാരാളം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വസ്തുവിലും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ കൂടുതൽ ധനികരായി മാറുന്ന ആളുകളാണ്. ജോലിയേക്കാൾ ഉപരി ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്ന നക്ഷത്ര ജാതകരാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ എന്നെന്നും സമാധാനം നിലനിൽക്കുന്നതാണ്. എല്ലാവിധ തീരുമാനങ്ങളും മറ്റുള്ളവരുമായി കൂടി ആലോചിച്ചെടുക്കുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ള ആളുകൾക്കും
പാർട്ട്നേഴ്സുമായി യോജിച്ച് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആളുകൾക്കും വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ ധനം വരുവാൻ ഇടയുള്ള കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ധനമിടപാടുകളിൽ വളരെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം വളരെയധികം സന്തോഷകരമായി മാറും. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണപ്രദമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണസ്വാമി ഭജനം നടത്തുക. അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ, അവൽ ഇവ നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.